ഹലോ ഗായ്സ്, ഇന്ന് നമുക്കില്ലേ 2026 ന്യൂ ഇയർ ആയിട്ട് നമുക്കിന്ന് എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിന്ന് നല്ലൊരു മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഭയങ്കര ടേസ്റ്റുമാണ്, ഈസിയാണ് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളെടുക്കുക, അതിലേക്കൊരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി അതിൻ്റെ കൂടെ നമുക്ക് വാനില എസൻസ് ഒഴിക്കണം. 2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം 1-2 മിനിറ്റ് ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് പൊടിച്ച പഞ്ചസാര 1 കപ്പ് എടുക്കാം കേട്ടോ. അപ്പോൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി അതിലിട്ട് കൊടുത്തിട്ട് ഹൈ സ്പീഡിൽ ഒരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോൾ എല്ലാ നോർമൽ വാനില സ്പഞ്ച് കേക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ എഗ്ഗൊക്കെ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഉണ്ടെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി അതിൻ്റെ മേലിൽ അരിപ്പ വെക്കുക, അല്ലെങ്കിൽ സെപ്പറേറ്റ് അരിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയൊന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കട്ടെ, നല്ലൊരു മിൽക്കിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 കപ്പ് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ, 2 ടേബിൾ സ്പൂണ് നമ്മുടെ പാൽപ്പൊടി, ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഒരു തവണ അരിച്ചെടുത്താൽ മതിയാവും. അതിന് ശേഷം ഒരേ റൊട്ടേഷനിൽ തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയിൽ സ്പീഡിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മെല്ലനെയാണ് ഫോൾഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു കേക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയാൽ ഈ ഒരു ഫോമിൽ നമ്മളെ ബാറ്റർ കിട്ടണം കേട്ടോ. ഇനി നമുക്ക് ഇത് 7 ഇഞ്ചിലും ബേക്ക് ചെയ്യാം, അല്ലെങ്കിൽ 8 ഇഞ്ച് ടിന്നിലും ബേക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പം 7 ഇഞ്ച് ടിന്നാണ് അത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ബാറ്ററാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലത്തെ ഒരു ഷേപ്പിലുള്ള സെറാമിക്കിൻ്റെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലും ഞാൻ കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏതിലെങ്കിലും ഒന്നിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ബാറ്ററിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അങ്ങനെ രണ്ടിലും ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഒരു സ്ക്വയർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 160ൽ ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്പോഞ്ച് കേക്ക് റെഡിയായി, വാനില സ്പോഞ്ച് കേക്ക്. ഇനി ഇതിലേക്ക് നമുക്കൊരു സിറപ്പ് തയ്യാറാക്കണ്ടേ. അതിനായിട്ടൊരു ബൗളെടുക്കുക, അതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ്, ഞാനിപ്പോൾ 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ 1/4 കപ്പ് ഒന്നുകിൽ ഫ്രഷ് ക്രീം എടുക്കുക, അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം എടുക്കാം. ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി എടുത്തിട്ട് നല്ല പോലെ സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സിറപ്പ് ഉണ്ടല്ലോ, വെറുതെ കുടിക്കാനും ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഈ ഒരു സിറപ്പിൽ നിന്ന് ഒരു 1/2 കപ്പ് സിറപ്പ് നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. നമ്മൾ ലാസ്റ്റ് കേക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ മേലിൽ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ 2 സ്പോഞ്ചും ഞാനിപ്പോൾ ഇതുപോലത്തെ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ കട്ട് ചെയ്ത് കാണുന്നതില്ല, എൻ്റെ മോനത് കടിച്ചു തന്നാ കേട്ടോ. അവർക്ക് കേക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമുക്കിതൊരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ. നമ്മൾ ആ ഒരു സിറപ്പ് ഒഴിക്കുമ്പോൾ നന്നായിട്ട് സ്പഞ്ചിൽ അബ്സോർവ് ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ കുത്തി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അങ്ങനെ ഇന്ന അളവെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ മാറ്റി വെച്ച ആ ഒരു സിറപ്പ് 1/2 കപ്പ് മാറ്റി വെച്ചിട്ടല്ലോ, ബാക്കി സിറപ്പ് മൊത്തം ഈ 2 കേക്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലോണം സോക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ നമ്മൾ ഈ ഒരു കേക്ക് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അതിൽ സ്പോഞ്ച് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടാവാം, ഈ ഒരു മിൽക്കിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് കുത്തി കൊടുത്തിട്ട് സിറപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നല്ല സ്പോഞ്ച് കേക്ക് തയ്യാറാക്കാൻ മടിയാണെങ്കിൽ ഇതിന് പകരം ബ്രെഡ് എടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ബ്രെഡിൻ്റെ സൈഡ് പാർട്ടൊക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് സിറപ്പ് ഒഴിച്ച് ചേർത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമ്മൾ സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 10-15 മിനിറ്റ് ഫ്രീസറിൽ കയറ്റണം കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള കേക്കാണിത്. അതിനുശേഷം നമുക്കിതിലോട്ട് വിപ്പിംഗ് ക്രീം
ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതായി ഒരു സ്പഞ്ചിലേക്ക് ഇതുപോലെ ഫുള്ളായിട്ട് തന്നെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. വലിയ ഡെക്കറേഷൻ കാര്യങ്ങളുടെ ആവശ്യമൊന്നുമില്ല. നമ്മളിത് ഏതിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിൻ്റെ മേലിൽ ആ ഒരു സ്പോഞ്ചിൻ്റെ മേലിൽ ഇതുപോലെ ജസ്റ്റ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാ കേക്കിലും ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് ക്രീമിൻ്റെ ആവശ്യമൊന്നുമില്ല, അതുപോലെ ഒരുപാട് ഫ്ലഫി ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ഒരു ക്രീം. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് സ്ട്രോബെറിയും ബ്ലൂബെറിയും ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അത് കഴിക്കുമ്പോഴും ഭയങ്കര ടേസ്റ്റാണ്, അതുപോലെ കാണുമ്പോഴും നല്ല ലുക്കാണ് കേട്ടോ ഈ ഒരു സ്ട്രോബെറിയും ബ്ലൂബെറിയും. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാനിപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഡെക്കറേഷനൊക്കെ ഏകദേശം കഴിയാറായി. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുക കേട്ടോ. ഞാനിപ്പം സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് ഡെക്കറേറ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇത് കാണുന്ന പോലെയല്ല, ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഐറ്റം കേട്ടോ. ഇനി ഇത് സമയം ഉണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ സെറ്റ് ചെയ്തിട്ട് കഴിക്കുക, സമയം ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂർ സെറ്റ് ചെയ്തിട്ട് കഴിക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1 മണിക്കൂർ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കിട്ടുമൊന്നുമില്ല, ജസ്റ്റ് കത്തി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വരഞ്ഞു കൊടുക്കാം. അതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ കോരിയെടുക്കാം കേട്ടോ. ഏകദേശം ഇതൊരു പുഡിങ് ടെക്സ്ചറാണ് ഈ ഒരു കേക്ക് കേട്ടോ. പക്ഷെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ മൗത്ത് വാട്ടറിങ് ആണ്, അത്രയും അടിപൊളിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു പീസ് ഞാനൊരു ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച കുറച്ച് സിറപ്പ് ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ മേലിൽ ജസ്റ്റ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത് കേട്ടോ. ഇനി ഇതാ ഓരോ സ്പൂണിൽ ബൈറ്റും ഇങ്ങനെ കോരി കോരി എടുത്ത് കഴിക്കുക, എത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുക ഉറപ്പാണ്. അപ്പോൾ 2026 നല്ലൊരു വർഷമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനുസ്ഫർ. താങ്ക് യു.